सभी को मेरा नमस्कार. എല്ലാവർക്കും ഗ്ലോബൽ അക്കാദമിയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ള അയാം കലാം കെ ബഹാനെ എന്നുള്ള ഫിൽമി ലേഖ് ചർച്ച ചെയ്യാൻ പോവാണ്. മിഹിറാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻ പറയാം. അപ്പോൾ ചാപ്റ്റർ ഇതാണ്, അയാം കലാം കെ ബഹാനെ. ഞാൻ കലാം എന്ന വ്യാജേനെ, ആക്ച്വലി കലാം അല്ല, കലാം എന്നുള്ള വ്യാജേനെ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ടെക്സ്റ്റ് വായിക്കാം, ശ്രദ്ധിച്ചു. अयम कलाम के बहाने. मिहिर फिल्मी लेख. गांव के स्कूल में मेरा एक साथी था, मोरपाल. वही मोरपाल जिसने एक बार हमारे अंग्रेजी के मास्टर तिवारी जी को लुक का मतलब और सही हिज्जे पूछे जाने पर बताया था. LOO के लुक, लुक यानी लुक को लुक के देखना. नाम का पहला अक्षर मिलने की वजह से क्लास की देरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी. वही मोरपाल जिसकी मेरे खाने के डिब्बे में राजमा देखते ही बांछें खिल जाती थी. हमारा सौदा था गेल खंडी में खाने की अदला बदली का, यानी मेरे टिफिन के राजमा चावल उसके और उसके घर से आया बड़ा सा छाछ का डिब्बा मेरा. उसे पता था कि छाछ मेरी कमजोरी है, लेकिन मुझे मोरपाल से मिलने के पहले अंदाजा नहीं था कि मेरे लिए राजमा जैसी सामान्य सी चीज किसी के लिए इतनी खास हो सकती है. मोरपाल ने मेरे टिफिन बॉक्स में रखे राजमा को खाने से पहले कभी राजमा देखा भी नहीं था. वो हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलता रोज स्कूल आता था. मैं आज तक नहीं जाना पाया कि कैसे वो उस छाछ के डिब्बे को रोज 15 किलोमीटर बिना जरा भी छलकाए लिए आता था. അപ്പോൾ ചാപ്റ്റർ വായിച്ചത് എല്ലാവരും കേട്ടല്ലോ. ഇനി നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. നോക്കാം. അയാം കലാം കെ ബഹാനെ, ഞാൻ കലാം എന്ന വ്യാഖ്യാനം, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മിഹിർ എഴുതിയിരിക്കുന്നത്. എന്താണ് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഗാവ് കെ സ്കൂൾ മേ മേരാ ഏക് സാത്തി താ മോർപാൽ. ഗ്രാമത്തിലെ സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, മോർപാൽ എന്ന് പേരുള്ള. വഹി മോർപാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജി കോ, അതായത് ഒരു തവണ മോർപാൽ, അതായത് ഞങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള തിവാരി, അതായത് ലുക്ക് കാ മത്ലബ് ഓർ സഹി ഹിസ്സെ പൂഛെ ജാനെ പർ ബതായ ഥ, അതായത് അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവനോട് പറഞ്ഞു. LOOK ലുക്ക്, LOOK ലുക്ക്, LOOK ലുക്ക് യാനി ലുക്ക് കെ ദേഖന. ലുക്ക് എന്ന് പറഞ്ഞാൽ ലുക്കാണ്, ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്ക്. ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ മോർപാൽ, അവന്റെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. നാം കാ पहला अक्षर मिलने की वजह से क्लास की दरी पट्टी पर हमारी बैठने की जगहें भी साथ ही थी. അതായത് അത് അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ. ഇനി നാം കാ പഹല അക്ഷർ മിൽനെ കി വജഹ സെ, അതായത് പേരിന്റെ ആദ്യത്തെ അക്ഷരം, അതായത് അതിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ് കി ദരി പട്ടി എന്ന് പറഞ്ഞാൽ ദരിപ്പട്ടി മീൻസ് പരവതാനി എന്നുള്ളതാണ്. അപ്പൊ ക്ലാസ്സിൽ ഇരിക്കാനുള്ള ഇരിപ്പിടം എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ എന്താണ്, ഇപ്പോൾ ഉള്ളതുപോലെ ബെഞ്ചും ഡെസ്കും അല്ലെങ്കിൽ കസേരയും മേശയും അങ്ങനെ സിറ്റുവേഷൻ അല്ല, ഒരു പരവതാനി ആയിരുന്നു. അപ്പൊ പരവതാനിയിൽ ഇരിക്കുന്നത് എങ്ങനെയാണ്, ബൈഠ്നേക്ക് ജഗഹ് ഭി സാത്ത് ഹി ഥി, ഞങ്ങൾ അടുത്ത് തന്നെയായിരുന്നു, അടുത്തടുത്തായിരുന്നു എന്ത് ചെയ്യുന്നത്, ഇരിക്കുന്നുണ്ടായിരുന്നു.
और वही मोरबाल जिसके मेरे खाने के डिब्बे में രാജ്മ देखते ही छांछकिल जाती थी. അതായത് മോർപാലിന് എൻ്റെ ടിഫിൻ ബോക്സിലുള്ള രാജ്മ എന്ന് പറഞ്ഞാൽ ഒരു തരം പയറാണ്. ആ പയർ അതും എന്താണ്, അത് കാണുമ്പോഴേ എന്ത് ചെയ്യുന്നുണ്ട്, അവന്റെ ടിഫിൻ ബോക്സിൽ ആ രാജ്മ കാണുമ്പോഴേ അവൻ എന്ത് ചെയ്യും, ഛാഞ്ചേക്കിൽ ചാത്തിയിട്ട് വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഹമാര സൗദാഥ ഖേൽ ഖണ്ഡിമേ, അതായത് ഞങ്ങളുടെ ഒരു എന്താ പറയുക ഒരു നേരം പോക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഖേൽ ഖണ്ഡിമേ ഖാനേക്ക് അദല ബദല ഖാ, അതായത് കളിയുടെ ആ പീരീഡിൽ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യായിരുന്നു. മനസ്സിലായില്ലേ? यानी मेरे टिफिन के राजमा चावल उसके और उसके घर से आया बड़ा सा छाछ का मेरा डिब्बा मेरा, അതായത് എൻ്റെ ടിഫിൻ ബോക്സിലുള്ള രാജ്മയും ചാവലും അവനും, അവൻ്റെ ടിഫിൻ ബോക്സിലുള്ള മോരും, ചാച്ച് മീൻസ് മോര് എന്നുള്ളതാണ്, മോരും ചോറും എന്താണ് എനിക്കും. ഇതായിരുന്നു ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താണ് കൈമാറ്റം ചെയ്യൽ. മനസ്സിലായി? ഓരോ ഉസേ പദാർത്ഥാക്കി, അതായത് ഉസേ പദാർത്ഥാക്കി ഛാച്ച് മേരി കംസോരി, അതായത് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു മോര് എന്ന് പറയുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന്. और लेकिन मुझे मोरपाल से मिलने से पहले कदे अंदाजा नहीं था कि, അതായത് ഞാൻ എപ്പോഴാണോ മോർപാലിനെ മീറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുന്നത്, से पहले कदे अंदाजा नहीं था कि, അതായത് എനിക്ക് അതിനെ പറ്റിയിട്ട് എന്താ പറയാ ഊഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണ്, മേരെ ലിയെ രാജ്മ ജൈസി സാമാന്യ ചീസ് കിസി കെ ലിയെ ഇത്നി ഖാസ് ഹോ സക്തി ഹി, അതായത് ഞാൻ മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ വരെ എനിക്ക് ഊഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ രാജ്മ എന്ന് പറയുന്ന അത് ഒരു തരം പരിപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് പയറുവർഗത്തിലുള്ളതാണ് രാജ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, മറ്റൊരാൾക്ക് ഇത്രയധികം എന്ത് ചെയ്യാണ് ആവേശം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എന്നുള്ളത് അതിനു മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു. അതായത് ഞാൻ മോർപാലിനെ കണ്ടുമുട്ടുന്നതിന് മുന്നേ വരെ എനിക്കതിനെപ്പറ്റി ഊഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മോർപാലിന് അത്രയും എന്തുണ്ട്, താല്പര്യമാണ് അതിനോട്. മനസ്സിലായില്ലേ? മോർപാലിനെ മേരെ ടിഫിൻ ബോക്സ് മേരെ കെ രാജ്മ കോ ഖാനെ സെ പഹലെ കബി രാജ്മ ദേഖാ ഭി നഹീ താ, അതാണ് കാര്യം. അതായത് എൻ്റെ ടിഫിൻ ബോക്സിൽ രാജ്മ കാണുന്നതിന് മുന്നേ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മോർപാൽ ഒരിക്കലും രാജ്മ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് കാര്യം. ഓക്കെ, അപ്പോ ഇതുവരെ കഴിക്കാത്തത് കൊണ്ട് തന്നെ അവന്റെ ടിഫിൻ ബോക്സിൽ ആ രാജ്മ കാണുന്നത് കൊണ്ട് തന്നെ അവൻ വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, और वो हमारे स्कूल के 15 किलोमीटर दूर के किसी गांव से साइकिल चलता रोज स्कूल जाता था. അതായത് അവനോ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഏകദേശം എന്താണ് 15 കിലോമീറ്റർ, 15 കിലോമീറ്റർ ദൂരെ ഒരു ഗ്രാമത്തിൽ നിന്ന് സൈക്കിളിലാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങളെ സ്കൂളിലേക്ക് അവൻ വന്നുകൊണ്ടിരുന്നത്. മേ ആജ് തക് नहीं जाना पाया कि कैसे वो उस छाछ के डिब्बे को रोज 15 किलोमीटर बिना जरा भी चलकाए लिए आता था. അതായത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഓർത്തെടുക്കാനേ പറ്റുന്നില്ല. ഈ 15 കിലോമീറ്റർ ദൂരം അവൻ സൈക്കിളിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, ടിഫിൻ ബോക്സിൽ മോരൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ മോര് ഒരു തുള്ളി പോലും ജറാബി ചലക്കായി, അതായത് ഒട്ടും എന്താണ് തുളുമ്പാതെ, അതിൽ നിന്ന് ഒട്ടും തുളുമ്പാതെ ഈ 15 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിട്ട് അവൻ എങ്ങനെ അവിടെ വരുന്നു എന്നുള്ളതും എനിക്കെന്താണ് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഇത് എഴുതിയത് ആരാണെന്ന് ഞാൻ പറഞ്ഞു, മിഹിർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ അയാം കലാം കെ ബഹാനെ, കലാം എന്നുള്ള വ്യാജേനെ, അതായത് അവൻ ഒരു കലാമാണ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ബയോഗ്രഫി പോലെയുള്ള ഒരു സംഭവമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്റർ മീൻസ് അടുത്ത പോർഷനിലേക്ക് പോവാം. ഞാനത് വായിച്ചുതരാം, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ. ഓക്കെ, मैं स्कूल जाने में रोया करता, रोज नए बहाने बनाया करता और जब
तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता, लेकिन मैं समझ नहीं पाता था कि मोरपाल और उसके जैसे मेरे कई और सहपाठी बिना नाखा रोज स्कूल क्यों चले आते थे। उनका स्कूल को लेकर प्रेम इतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता। मैं स्कूली की नीली काकी यूनिफॉर्म से हमेशा चिढ़ा करता और उसे पहनना हमेशा टाला करता। वही मोरपाल मुझे जब भी दिखा हमेशा वही स्कूल की यूनिफॉर्म पहने ही दिखा। एक बार तो मुझे याद है कि मोहल्ले की किसी शादी में भी उसे वही नीली काकी स्कूल यूनिफॉर्म पहने देख मैं हैरान रह गया। ഒരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെ വായിച്ചു, നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനിലേക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് കണ്ടത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഇങ്ങനെ കിലോമീറ്റർ അല്ല സുഹൃത്ത് കിലോമീറ്റർ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കിൾ ഓടിച്ചിട്ട് സ്കൂളിലേക്ക് വരുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മേ സ്കൂൾ ജാനെ സെ റോയ കർത്താ था. ഞാൻ എപ്പോഴും സ്കൂളിൽ പോകുന്നതിന് എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതായത് സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. रोज नए बहाने बनाया करता और जब तेज बारिश के दिनों में स्कूल के रास्ते में पानी भर जाने की छुट्टी हो जाया करती तो मैं घर पर नाच करता. അതായത് ദിവസവും സ്കൂളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഒഴിവ് കഴിവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ബഹാനെ ബനായ, ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. മനസ്സിലായില്ല? അതായത് സ്കൂളിൽ പോവാൻ ഭയങ്കര മടിയനായിരുന്നു എന്നുള്ളതാണ്. और स्कूल के रास्ते में पानी भर जाने से छुट्टी हो जाया करती तो मैं घर पर नाचा करता. അതായത് മഴക്കാലാകുമ്പോൾ എന്ത് ചെയ്യാണ്, സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോവണ്ടല്ലോ അവധിയാണല്ലോ എന്ന് കരുതിയിട്ടൊക്കെ എന്ത് ചെയ്യാണ്, വീട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു. അതായത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു എന്ന് പറയാണ്. മനസ്സിലായി? ലേക്കിൻ മേ സമജ് നഹീ പാതാ था कि മോർപാൽ, അതായത് എന്നാൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർപാൽ, അതായത് അവർ ഉസ്കെ ജയ്സെ മേരെ കൈ ഓർ സഹപാഠി, മോർപാലും അവനെ പോലെയുള്ള മറ്റ് എൻ്റെ കൂടെയുള്ള എല്ലാ സഹപാഠികളും ബിനാ നാഖാറോ സ്കൂൾ ക്യോം ചലേ ആത്തേത്തെ, അതായത് ഒരിക്കൽ പോലും എന്താണ് സ്കൂളിലേക്ക് എന്താണ് ലീവ് എടുക്കുന്നുണ്ടായിരുന്നില്ല, ഹാജറില്ലാത്തൊരു ദിവസം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അങ്ങനെ അവർ വരുന്നു എന്നുള്ളത് അതാണ് അവന് എന്താണ് ചിന്തിക്കാൻ പോലും, അല്ലെങ്കിൽ അവന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം അതാണ്, എന്തുകൊണ്ട് അവരെന്ത് ചെയ്യാണ് ഡെയിലി സ്കൂളിലേക്ക് വരുന്നു എന്നുള്ളത്. സ്കൂൾ ഉൻകാ സ്കൂൾ കോ ലേക്കർ പ്രേം ഇतना गहरा था कि रविवार की छुट्टी का दिन उनके लिए हफ्ते का सबसे बुरा दिन हुआ करता. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അതായത് ഇത്രയും എന്താണ് ഇഷ്ടമാണ് സ്കൂളിലേക്ക് പോകാൻ, അവരേറ്റവും വെറുക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രവിവാർ കി ചുട്ടി കാ ദിൻ, അതായത് ഞായറാഴ്ച ദിവസമുള്ള ആ അവധിയാണ് എന്ത് ചെയ്യുന്നത് ആഴ്ചയിൽ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു ദിവസം. കാരണം എന്ത് ചെയ്യുന്നുണ്ട്, എന്നും അവർ സ്കൂളിലേക്ക് വരാനിങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. मैं स्कूल की नीली खाकी यूनिफॉर्म से हमेशा चिढ़ा करता. അതായത് എനിക്കാണെങ്കിൽ ആ സ്കൂളിലുള്ള നീലയും കറുപ്പുള്ള ഒരു കാക്കിയുമുള്ള ആ യൂണിഫോം ഡ്രസ്സ് എപ്പോഴും വെറുപ്പായിരുന്നു. ആ ഉസേ പഹന ഹമേശ ഠാല കർത്ത, ഞാനും എന്ത് ചെയ്യാണ് ആ ഡ്രസ്സ് എന്താണ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഒഴിവ് കഴിവുകൾ ഞാനും കണ്ടെത്തുമായിരുന്നു. വഹി മോർപാൽ മുझे जब भी दिखा हमेशा वही स्कूल की यूनिफॉर्म पहने ही दिखा. അതായത് ഞാൻ എപ്പോഴൊക്കെ മോർപാലിനെ കാണുന്നുണ്ടോ, എപ്പോഴൊക്കെ ഞാൻ മോർപാലിനെ കണ്ടു, ആ സമയം മുഴുവനും അവൻ എന്ത് ചെയ്യാണ് ആ സ്കൂൾ യൂണിഫോം തന്നെയായിരുന്നു ധരിച്ചിട്ടുണ്ടായിരുന്നത്. ഏക് ബാർ തോ മുझे याद है कि, ഒരു തവണ എനിക്ക് ഓർമ്മയുണ്ട്, എന്താണ് മോലേക്ക് കിസി ഷാദി മേ ഭി, അതായത് ഗ്രാമത്തിലുള്ള ഒരു കല്യാണത്തിന് പോലും, മനസ്സിലായില്ലേ, ഷാദി മേ ഭി ഉസേ വഹി നീലി കാക്കി സ്കൂൾ യൂണിഫോം പഹനെ ദേഖാ മേ ഹറാം അതായത് എന്ത് ചെയ്യാണ് നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള ഒരു കല്യാണത്തിന് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെയിം യൂണിഫോം തന്നെ ധരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് എന്തായി വല്ലാതെ സങ്കടം തോന്നിയിട്ടുണ്ട്, വിഷമം തോന്നിയിട്ടുണ്ട് എന്ന് പറയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് അടുത്തിലേക്ക് പോകാം. ഓക്കെ,
यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन के सबसे खराब समय समझ करता था, शायद वही मोरबाल के लिए उसके जीवन का सबसे अच्छा समय होता था। घर की कमर तोड़ मेहनत और खेत मजदूरी से इतर दिन का ऐसा एकमात्र समय जब वो बच्चा बना रह सकता था। मेरे लिए स्कूल यूनिफॉर्म पहुंच थी। मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा था। लेकिन मोरपाल के पास एकमात्र कमीज पैंट का नया जोड़ा वो नीली खाकी स्कूल यूनिफॉर्म ही थी। स्वाभाविक था कि वो उसे ही शादी में पहनकर आता। അപ്പോൾ പാരഗ്രാഫ് വായിച്ചത് എല്ലാവരും കേട്ടില്ലേ? നമുക്കിനി അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. यह मुझे बहुत बाद में समझ आया कि जिस स्कूल में बिताए समय को मैं अपने बचपन का सबसे खराब समय समझ करता था. അതായത് എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ളത് അല്ലെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളിലുള്ള ഈ കുട്ടിക്കാലത്ത് ഞാൻ ഏത് സ്കൂളിലാണോ ചെലവഴിച്ചിരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട സമയം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്ന സമയം അതായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഷായദ് വഹി മോർപാൽ के लिए ഒരു പക്ഷേ മോർപാലിനെ സംബന്ധിച്ചിടത്തോളം ഉनके जीवन का सबसे अच्छा समय होता था. മോർപാലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയവും അതായിരിക്കാം. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മോശമായ സമയവും അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ നല്ല സമയമായിരുന്നു. घर की कमर तोड़ मेहनत और खेत मजदूरी से इतर दिन का ऐसा एकमात्र समय जब वो बच्चा बना रह सकता था. അതായത് എന്താണ് വീട്ടിലുള്ള ഈ കമർത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയില്ലേ നടുവടിയുന്ന അത്രയും അതായത് ഒരുപാട് ജോലികൾ കഠിന അധ്വാനങ്ങള് ഗേത്ത് മസൂരി കൃഷിയിലും മറ്റുമൊക്കെ എന്താണ് കൃഷിപ്പണിയും മറ്റുമൊക്കെ ആയിട്ട് എന്താണ് വയലിലും മറ്റുമൊക്കെ വീട്ടിലൊക്കെ ഒരുപാട് പണികളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അതായത് ബാക്കി വരുന്ന ദിവസത്തിൽ ബാക്കി വരുന്ന സമയം ऐसा एकमात्र समय जब वो बच्चा बना रह सकता था. അതായത് ബാക്കി വരുന്ന കുറച്ച് സമയമുള്ളത് അതെന്താണ് അവനൊരു കുട്ടിയായിരുന്നു എന്നുള്ളത് എത്തിക്കുന്നത് എവിടെ നിന്നാണ് സ്കൂളിൽ എത്തുമ്പോൾ മാത്രമാണ്. അപ്പോ എന്താണ് ഒരു കുട്ടി എന്നുള്ള ഒരു പരിഗണന പോലും ഇല്ലാതെ വീട്ടിൽ അധ്വാനിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവനെ എന്ത് ചെയ്യുന്നത് ജീവിതത്തിലെ സ്കൂളിൽ പോയിട്ടുള്ള ആ ദിവസങ്ങളാണ് ഏറ്റവും നല്ല സമയം എന്ന് അവൻ ചിന്തിക്കുന്നത്. मेरे लिए स्कूल യൂണിഫോം ബോഞ്ചി എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം എന്ന് പറയുന്ന വല്ലാത്തൊരു ഭാരമായിരുന്നു. അതായത് എനിക്ക് തീരെ താല്പര്യമില്ല. നേരത്തെ നമ്മൾ വായിച്ചൊരു പാർട്ട് ഉണ്ടായിരുന്നു എന്താണ് അവനെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ യൂണിഫോം എന്ന് പറയുന്നത് എന്താണ് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നത്. और मेरे पास उससे बेहतर कपड़े थे जिन्हें मैंने अपनी पसंद से बड़े शहरों के बड़े बाजारों से खरीदा था. അതായത് എന്താണ് എൻ്റെ അടുത്ത് അതിനേക്കാളും നല്ല രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും വലിയ വലിയ പട്ടണങ്ങളിൽ നിന്ന് വലിയ വലിയ കടകളിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരുപാട് വിലയുള്ള വലിയ വലിയ വസ്ത്രങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് പറയാണ്. ലേക്കിൻ മോർപാൽ കെ പാസ് എന്നാൽ മോർപാലിന്റെ അടുത്തേക്കോ एकमात्र कमीज पैंट का नया छोड़ा वो नीली काकी स्कूल യൂണിഫോം ही थी. അതായത് എന്നാൽ മോർപാലിന്റെ അടുത്തുണ്ടായിരുന്ന ആ സ്കൂൾ യൂണിഫോം അതായത് നീലയും കാക്കിയായിട്ടുള്ള ആ സ്കൂൾ യൂണിഫോം അത് മാത്രമായിരുന്നു എന്ത് ഒരേ ഒരു കമീസ് പാന്റ് എന്ന് പറയുന്നത് പുതിയത് എന്ന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് സ്വാഭാവികത്താക്കി വോസേഹി ഷാദി മേ പഹൻകർ ആത്ത. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് അവൻ എന്ത് ചെയ്തത് ആ കല്യാണത്തിന് വരുമ്പോൾ പോലും ആ യൂണിഫോം തന്നെ ധരിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞു അവനെ എന്ത് ചെയ്യുന്നത് ഗ്രാമത്തിലുള്ള ഒരു കല്യാണത്തിന് ഈ യൂണിഫോം ഇട്ട് കണ്ടപ്പോഴേ അവൻ എന്ത് ചെയ്തിട്ടുണ്ട് വല്ലാതെ വിഷമം തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, ശരി, നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക്. ഓക്കെ, नील माधव पांडा की आयाम कलाम देखते हुए मुझे अपना बचपन बहुत याद आया, क्योंकि यह फिल्म भी उन्हीं विलोमों के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने हैं. हमारा नायक कलाम चाय की दुकान में काम करता है.
उसका सपना है स्कूल जाना और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम साहब बनना, लेकिन फिल्म में एक और बच्चा भी है, ठाणे के राणा का बेटा रणविजय, जिसे स्कूल जाना कतई पसंद नहीं। वही स्कूल जो रणविजय को परीक्षा का डर दिखाकर भयभीत करता है। कलाम को एक अलग जीवन, बेहतर जीवन का सपना दिखता है। फिल्म में इन दो बच्चों की पहली मुलाकात के वक्त के संवाद भी बड़े मजेदार और खास इशारा भी करते हैं. അപ്പോൾ ഓക്കെ, നമുക്കിനി അതിന്റെ ഒരു എക്സ്പ്ലനേഷനിൽ നോക്കാം. എന്നിട്ട് അതിനുശേഷം അടുത്ത അവരുടെ ആ സംവാദം നോക്കാം. ഇവിടെ വേറൊരു സിറ്റുവേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, എന്താണെന്ന് നോക്കാം. नील माधव पांडे की आयाम कलाम देखते हुए मुझे अपना बचपन बहुत याद करता. അതായത് ഈ എഴുത്തുകാരൻ എന്താണ് ആയാം കലാം എന്നുള്ള നീൽ മാധവ് പാണ്ഡെയുടെ സിനിമ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു എന്ന് പറയാണ്. क्योंकि यह फिल्म भी उन्हें विलोम के बारे में बात करती है. ആ സിനിമയിലും എന്താണ് രണ്ട് വ്യത്യസ്ത വിലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നുള്ളതാണ്. അത് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ സിനിമയിലും പ്രതിപാദിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, നമ്മൾ ഈ എഴുത്തുകാരന്റെ ജീവിതത്തിലും അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നല്ലോ. അതായത് മോർപാലും ഈ മിഹിറും തമ്മിലുള്ള ആ സിറ്റുവേഷനും അങ്ങനെ തന്നെയായിരുന്നല്ലോ. മനസ്സിലായില്ലേ? और विलोमों के बारे में बात करती है जिनसे मेरे बचपन के सब किस्से बने हैं. അതായത് അവന്റെ ജീവിതത്തിലുള്ള എല്ലാ കഥകളും, കിസ്സ എന്ന് പറഞ്ഞാൽ ഓരോ ഏടുകളും കഥകളും എന്തിയാണ് അതിലുണ്ടായിരുന്നു. ഹമാര നായക കലാം ചായക്ക് ദുക്കാൻ മേ കാം കർത്തി ഹെ. ഇതിൽ നമ്മളുടെ എന്താണ് നായകനായിട്ടുള്ള കലാം എന്ന് പറയുന്നത് എന്താണ് ചായക്കടയിൽ ജോലി ചെയ്യുന്നത്. ഉസ്കാ സപ്ന ഹെ സ്കൂൾ ജാന और टीवी में देखे लंबे बालों वाले राष्ट्रपति कलाम सा बनना. അതായത് ഇവിടെയുള്ള നമ്മുടെ നായകന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ അവന്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോവുകയും ടി വിയിൽ കണ്ടിട്ടുള്ള എന്താണ് നീണ്ട മുടിയുള്ള നമ്മുടെ രാഷ്ട്രപതിയായിട്ടുള്ള കലാമായിട്ട് അങ്ങനെ മാറുക എന്നുള്ളത്. മനസ്സിലായില്ലേ? ലേക്കിൻ ഫിലിം മേ ഏക് ഓർ ബച്ചാ ഭീ ഹെ. ഫിലിമില് വേറെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. എന്താണ്, ആരാണ്? ഠാണി കെ റാണ കെ ബേട്ട രൺവിജയ്. ഠാണ എന്ന് പറയുന്നത് രാജസ്ഥാനിലുള്ള ഒരു എന്താ പറയാ ഒരു സ്ഥലമല്ല, അവര് ഒരു കൂട്ടം ആൾക്കാർ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഠാണി എന്ന് പറയുന്നത്. അവിടെയുള്ള റാണയുടെ ബേട്ടയാണ് ബേട്ട രൺവിജയ് ആണ് അടുത്തൊരു കുട്ടി. വേറൊരു കുട്ടിയും കൂടി എന്ന് പറഞ്ഞത്. ജിസെ സ്കൂൾ ജാന കഥൈ പസന്ത് നെഹി. അതായത് എന്താണ്, അവൻ സ്കൂളിൽ പോകുന്നതിന് എന്താണ് ഈ പറഞ്ഞ പോലെ എന്താണ് വലിയ താല്പര്യമൊന്നുമില്ല. വഹി സ്കൂൾ ജോ രൺവിജയ്ക്കോ പരീക്ഷ ഡർ ദിക്കാക്കർ ഭയഭീത് കർത്താ ഹെ. അവരും എന്താണ് സ്കൂളില് പരീക്ഷ എന്നൊക്കെ പറയുന്നത് വളരെ പേടി തോന്നുന്നൊരു സംഭവമാണ്. കലാം കോ ഏസ അലഗ് ജീവൻ ബെഹത്തർ ജീവൻ കാ സപ്ന ദിഖത്താ ഹെ. ഇവിടെ കലാമോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വേറിട്ടിട്ടുള്ള ഒരു ജീവിതം, ഒരു മെച്ചപ്പെട്ട ജീവിതം സ്വപ്നം കാണുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? ഫിലിമെയും ദോനോ ബച്ചോ കി പഹലി മുലാഖാത്ത് കെ വക്ത് കെ സംവാദ്. ഈ സിനിമയിലുള്ള രണ്ട് കുട്ടികൾ തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയിലുള്ള സംവാദവും, അതായത് അവർ തമ്മിലുള്ള സംസാരം എന്താണ് ബഡേ മസേദാർ ഹെ, വളരെ രസകരമാണെന്ന് പറയാണ്. അവർ ഖാസ് ഇഷാര ബി ദേത്താ ഹെ. അത് എന്താണ് ഒരുപാട് നമ്മൾക്ക് എന്താണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെന്ന് പറയാണ്. മനസ്സിലായില്ലേ? അതായത് നീൽ മാധവ് പാണ്ഡെക്ക് അയാം കലാം എന്നുള്ള ആ ഒരു ഫിലിമില് ഉള്ള ഒരു എന്താ പറയാ സിറ്റുവേഷനും ഇദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് എന്ത് ചെയ്യുന്ന ഒരുപാട് ബന്ധമുണ്ടെന്ന് അയാൾ പറയാണ്. ഇനി ആ സിനിമയിലുള്ള രണ്ട് കുട്ടികളുടെ സംവാദം, ഇനി നമുക്കതൊന്ന് വായിച്ചിട്ട് അതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഇനി ഞാനത് ടെക്സ്റ്റ് വായിച്ചുതരാം. कलाम इतनी सारी किताबें काहे की है? रणविजय आपको अंग्रेजी नहीं आती क्या? कलाम तेरे को पेड़ पर चढ़ना आता है? रणविजय हमें घोड़े पर चढ़ना आता है. आपको घुड़सवारी आती है? कलाम मेरे को ऊंट पर चढ़ना आता है. तेरे को क्या ऊंट की दवा करनी आती है? इन संवादों के बाद कलाम और रणविजय के बीच घुड़सवारी सीखने और पेड़ पर चढ़ना सीखने के लेन देन को लेकर दोस्ती हो जाती है. फिल्म के किस्सों में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एक तरफ प्रेम का भी है और उस लड़के का भी जो सुदूर बेहद में बैठा अमिताभ की फिल्म देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. ओके, ഇനി പിന്നെ
രണ്ടുപേരുടെ നമ്മൾ പറഞ്ഞ ആയാം കലാം എന്നുള്ള നീൽ മാധവ് ഭാണ്ടിന്റെ സിനിമയിലുള്ള രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞു, രൺവിജയും ഒരു കലാം. ഇവർ രണ്ട് പേരുടെ സംവാദവും അതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷനും കൂടെയാണ് ഞാനിപ്പോൾ വായിച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് പോകാം, നോക്കാം. അപ്പോൾ സംവാദത്തിൽ ആദ്യം കലാം. ഇത്തിരി സാരി കിതാബെ മായക്കി ഹെ കായക്കി ഹെ, ഇത്രയും പുസ്തകങ്ങൾ ആരുടേതാണ്? അപ്പൊ രൺവിജയ്. അംഗ്രേസി ആപ്കോ അംഗ്രേസി നെയ് ആത്തിക്ക, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിക്കാണ്. അപ്പൊ കലാം ചോദിക്കുന്നു, തേരേക്കോ പേട് പർ ചढ़ना आता है, നിനക്ക് മരം കയറാൻ അറിയോ? രൺവിജയ്, ഹമേ ഗോഡേ പർ ചढ़ना आता है, എനിക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യാണ്? കുതിര ഓടിക്കാൻ, കുതിരയിൽ കയറുന്നത് അറിയാം. അപ്പൊ ഗുഡ്സവാരി ആത്തി ഹെ, നിനക്ക് കുതിര സവാരി അറിയോ? അപ്പൊ കലാം പറയുന്നു, മേരേക്കോ ഊണ്ട് പർ ചढ़ना आता है, എനിക്ക് എന്താണ് ഒട്ടകത്തിന്റെ പുറത്ത് കയറാനറിയാം. തേരേക്കോ ക്യാ ഊണ്ട് കി ദവാ കർണി ആത്തി ഹെ, നിനക്ക് ഊണ്ടിനെ പരിപാലിക്കുന്നത് അറിയോ? മനസ്സിലായില്ലേ? ഇങ്ങനെ എന്താണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭാഷണമാണ് അവർക്ക് രണ്ടുപേർക്കിടയിൽ വന്നിരിക്കുന്നത്. इन संवाद के बाद कलाम और रणविजय के बीच गुड सवारी सीखने और पेड़ पर चढ़ना सिखाने के लेन देन को लेकर दोस्ती हो जाती है. അതായത് ഇങ്ങനെ രണ്ടുപേരുടെ വ്യത്യസ്തമായിട്ടുള്ള ഈ സംഭാഷണത്തിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? കുതിരസവാരി അറിയാത്ത ആള് അത് പഠിച്ചു, മരം കയറാൻ അറിയാത്ത ആൾ അത്, അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കറിയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിപ്പിച്ച് എന്ത് ചെയ്യാണ്? അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉടലെടുത്തു. ഓക്കെ. फिल्म के किस्से में एक यादगार किस्सा चाय की दुकान चलाने वाले के अधूरे एकमात्र प्रेम का भी है. एक तरफ മനസ്സിലായില്ലേ? അതായത് ഇവിടെ വേറൊരു, ഈ കഥയിൽ ഈ സിനിമയിൽ വേറൊരു രസകരമായ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായക്കട നടത്തുന്ന വ്യക്തിയുടെ ഒരു വൺ വേ പ്രേമത്തെ കുറിച്ചിട്ടാണ്. ആ വൺ വേ പ്രേമത്തെ കുറിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പ്രതിപാദിക്കുന്നു എന്ന് പറയാണ്. और उस लड़के का भी जो सुदूर बीहड़ में बैठा अमिताभ की फिल्में देख देख कर और उनकी नकल करके खुद अमिताभ हो जाना चाहता है. അതായത് പിന്നെ ഈ കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സ്വയം അമിതാഭ് ബച്ചനായിട്ട് ഇമിറ്റേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ അനുകരിക്കുകയാണ്. എങ്ങനെ? അമിതാഭ് ബച്ചന്റെ സിനിമകൾ കണ്ട് കണ്ട് സ്വയം അമിതാഭ് ബച്ചനാണെന്നുള്ള രീതിയിലുള്ള ഇമിറ്റേഷൻ. മനസ്സിലായില്ലേ? അത്രയും കൂടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അപ്പൊ ഇന്ന് ഈ എടുത്ത പോർഷനൊക്കെ നന്നായിട്ട് വായിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ബൈ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ, സീ യു.